കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 49% ഓഹരികൾ വിൽക്കാനുള്ള നീക്കവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് കേരള രാഷ്ട്രീയത്തിൽ ഉയരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വയനാട്ടിൽ പ്രകൃതി ദുരന്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ ഹെലികോപ്റ്റർ യാത്രയെ മുൻനിർത്തി പുതിയൊരു രാഷ്ട്രീയ പോർവിളിക്ക് ഇടതുപക്ഷം തുടക്കമിട്ടിരിക്കുന്നത്. ഇത് തിരുവനന്തപുരത്ത് CPM നേതാക്കളായ വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും സംയുക്തമായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം ചോദിച്ചത് ഒരേ ഒരു ചോദ്യമാണ്: ഇവർ യഥാർത്ഥത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചത് ജനങ്ങളോട് എന്തെങ്കിലും പറയാനാണോ, അതോ പാർട്ടിയിൽ ആഭ്യന്തര തർക്കങ്ങൾ മറച്ചുവെച്ച് ഞങ്ങളും ഇവിടെയൊക്കെ തന്നെ ജീവനോടെ ഉണ്ട് എന്ന് അണികളെ ബോധ്യപ്പെടുത്താനാണോ എന്ന്? കാര്യം വളരെ വ്യക്തമാണ്. വിഴിഞ്ഞം തുറമുഖ വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ തങ്ങളുടെ ഓരോരോ നിലപാടുകളും തിരുത്തിക്കുറിച്ച് മുന്നോട്ട് പോകുമ്പോൾ മറ്റു നേതാക്കൾക്ക് ഇപ്പോഴും കാര്യങ്ങൾ അത്ര ദഹിച്ചിട്ടില്ല. മുൻപ് EP ജയരാജൻ വിഴിഞ്ഞം വിഷയത്തിൽ നടത്തിയ പ്രസ്താവനകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അതൊന്നും ഞങ്ങൾക്കറിയില്ലേ എന്ന മട്ടിലായിരുന്നു മറുപടി. മാത്രവുമല്ല, അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് ഇത് പറഞ്ഞത് എന്നതും വ്യക്തമല്ല എന്നൊക്കെ പറഞ്ഞ് കൈ മലർത്തുകയാണ് CPM നേതാക്കൾ ചെയ്തത്. എന്നാൽ അദാനി ഗ്രൂപ്പിന് വിഴിഞ്ഞത്ത് 49% ഓഹരികൾ വിൽക്കാൻ പോകുന്നത് വലിയ കൊള്ളയും അഴിമതിയുമാണ് എന്ന കാര്യത്തിൽ ഇവർക്ക് യാതൊരു സംശയവുമില്ലാത്ത തരത്തിലാണ് അവരുടെ വർത്തമാനവും. LDF-നുള്ളിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ സംഗതി എന്തൊക്കെയാണെങ്കിലും വലിയ പൊട്ടിത്തെറികളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഓരോ നേതാക്കളിലും കാണുന്നത്. പണ്ട് ദിവ്യ എസ് അയ്യർ അദാനിയുടെ താല്പര്യപ്രകാരം മാറ്റാൻ നോക്കിയപ്പോൾ സംസ്ഥാനത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അതിനെ തടഞ്ഞ മുൻ സർക്കാരിന്റെ ചരിത്രം ഓർമ്മിപ്പിച്ചാണ് നേതാക്കൾ ഇപ്പോൾ ഈ കൊള്ളയെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്നാൽ ഈ കച്ചവട ഉറപ്പുകളെയും ഓഹരി വിവാദങ്ങളെക്കാൾ കൂടുതലൊക്കെ ഇന്ന് നേതാക്കളുടെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ അവരെ വേദനിപ്പിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയാണ്. വയനാട്ടിൽ അതിശക്തമായ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്ത ശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. തുടർന്ന് ദുരന്തബാധിത പ്രദേശത്തേക്ക് അദ്ദേഹം നേരെ പോയതും ഹെലികോപ്റ്ററിലാണ്. തിരുവനന്തപുരത്ത് നിന്നും ഈ പേമാരി സമയത്ത് റോഡ് മാർഗം വയനാട്ടിലേക്ക് പുറപ്പെട്ടാൽ എപ്പോഴാണ് ഒരു മുഖ്യമന്ത്രിക്ക് ചെന്നെത്താനാവുക? രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന ഭരണത്തലവൻ എത്രയും വേഗം ദുരന്തഭൂമിയിൽ എത്തേണ്ടത് ആ നാടിന്റെ ആവശ്യമാണ്. അതിനാലാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതും. പക്ഷെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന് വി ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ ഏറെ വേദനയോട് സംസാരിച്ചത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് പണ്ട് ദുരന്തബാധിത പ്രദേശം സന്ദർശിക്കാൻ ഹെലികോപ്റ്റർ എടുത്തപ്പോൾ അന്നത്തെ പ്രതിപക്ഷം വലിയ പുകിലുണ്ടാക്കി എന്നൊക്കെയാണ് ഇവരുടെ ഇപ്പോഴത്തെ ആക്ഷേപം. പിണറായിക്ക് ഒരു നീതി, സതീശന് മറ്റൊരു നീതി എന്ന തരത്തിൽ മാധ്യമങ്ങൾ പെരുമാറുന്നു എന്നാണ് CPM-ന്റെ ഇപ്പോഴത്തെ വിലാപം. മുഖ്യമന്ത്രിമാർക്ക് ഇത്തരം അത്യാവശ്യ ഘട്ടങ്ങളിൽ യാത്ര ചെയ്യാൻ ഹെലികോപ്റ്റർ വേണ്ടി വരുമെന്നത് പാർട്ടിക്ക് എതിർപ്പില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എങ്കിലും ശിവൻകുട്ടിയുടെ പ്രശ്നം വിഴിഞ്ഞമല്ല, PM ശ്രീ അല്ല, ഹെലികോപ്റ്ററിലേക്ക് തിരിഞ്ഞു പോയിരിക്കുകയാണ്. എന്തായാലും ആ രംഗങ്ങൾ നമുക്കൊന്ന് കാണാം. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു ദുരന്ത പ്രദേശങ്ങളെല്ലാം കാണുന്നതിന് വേണ്ടി. അത് നിങ്ങളൊരു അഭിപ്രായങ്ങളെല്ലാം പ്രകടിപ്പിച്ചു. ഇന്നിപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയി. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി അതിനെ എതിർത്തു. ഞങ്ങൾക്ക് ഈ രണ്ട് യാത്രയ്ക്കും ഞങ്ങൾക്ക് CPM-നെ സംബന്ധിച്ചുള്ള ഒരു വിരോധമില്ല. കാരണം മുഖ്യമന്ത്രിമാർക്ക് ഇതേപോലെ യാത്ര ചെയ്യേണ്ടി വരും, അത്യാവശ്യം പോവേണ്ടി വരും, അതിനെക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ ഒരു നയം, ബഹുമാനപ്പെട്ട ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് യാത്ര ചെയ്യുമ്പോൾ വേറൊരു നയം, അതൊരു മാധ്യമ പ്രവർത്തനത്തിന് ശരിയായ രീതിയാണ്. അല്ല, അതിൽ EP-യുടെ അഭിപ്രായം എന്താണെന്ന് യഥാർത്ഥത്തിൽ വ്യക്തമല്ല. അദ്ദേഹം ഏത് കോണ്ടെക്സ്റ്റിൽ ഏത് കാര്യത്തെ സംബന്ധിച്ചാണ് പറഞ്ഞതെന്ന്. ഇത് അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് മുഴുവൻ അറിയാം. ഈ കച്ചവടത്തിൽ ഈ 49% ഷെയർ വിൽപ്പനയിൽ വൻ തോതിലുള്ള കൊള്ള നടക്കുന്നു എന്നുള്ള കാര്യം. അതിനിപ്പോൾ പ്രത്യേകിച്ച് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ശൈലജ ടീച്ചർ പറഞ്ഞത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ഗവൺമെന്റ് മാറുമ്പോഴത്തേക്ക് ഉദ്യോഗസ്ഥരെയെല്ലാം മാറ്റാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേക പ്രശ്നം മുൻ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനു മുമ്പും അദാനിയുടെ ഭാഗത്തു നിന്നും ഈ ദിവ്യ എസ് അയ്യരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളത് അനുവദിച്ചില്ല. അവർ നല്ലൊരു ഓഫീസറാണ്, സ്റ്റേറ്റിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തുന്നുണ്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദാനിയുടെ ഭാഗത്തു നിന്ന്, ആ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രപ്പോസൽ നമ്മൾ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്നുള്ള ഒരു കാര്യമാണത്. ഈ രണ്ട് കാര്യങ്ങളെ ഈ നിലയിൽ കാണുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം നിങ്ങളെ അറിഞ്ഞാൽ കൊള്ളാം. ഈ കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു ദുരന്ത പ്രദേശങ്ങളെല്ലാം കാണുന്നതിന് വേണ്ടി. അത് നിങ്ങളൊരു അഭിപ്രായങ്ങളെല്ലാം പ്രകടിപ്പിച്ചു. ഇന്നിപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയി. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി അതിനെ എതിർത്തു. ഞങ്ങൾക്ക് ഈ രണ്ട് യാത്രയ്ക്കും ഞങ്ങൾക്ക് CPM-നെ സംബന്ധിച്ചുള്ള ഒരു വിരോധമില്ല. കാരണം മുഖ്യമന്ത്രിമാർക്ക് ഇതേപോലെ യാത്ര ചെയ്യേണ്ടി വരും, അത്യാവശ്യം പോവേണ്ടി വരും, അതിനെക്കാര്യത്തിൽ ഒരു സംശയമില്ല.
ഇപ്പൊ ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ ഒരു നയം, ബഹുമാനപ്പെട്ട ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് യാത്ര ചെയ്യുമ്പോൾ വേറൊരു നയം, അതൊരു മാധ്യമ പ്രവർത്തനത്തിന് ശരിയായ രീതിയാണോ?